ഹായ് ആൻഡ് വെൽക്കം ടു ദി ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ DSPയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ഒരു ഷുവർ 10 മാർക്ക് ക്വസ്റ്റ്യൻ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പാർട്ട് ബിയിൽ നോർമലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. അത് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ വേണ്ടിയിട്ടാണ് യൂസിങ് ബട്ടർഫ്ലൈ അൽഗോരിതം അല്ലെങ്കിൽ റാഡിക്സ് 2 അൽഗോരിതം. ഇത് പല പേരിലാണ് പറയുക. എന്താ FFT ആണ്, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. അപ്പം അതിന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് കാണാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ഓർ ഡെസിമേഷൻ ഇൻ ടൈം. ഈ രണ്ട് മെത്തേഡുകളായിരിക്കും ഇതിനെ പറയുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ നോർമലി ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതേപോലെ തന്നെ ഈ അൽഗോരിതത്തിനെ റാഡിക്സ് 2 അൽഗോരിതം എന്ന് പറയാറുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ ഏത് എങ്കിലും ഒരു രീതിയിൽ നമുക്ക് എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് DFTയും കാണാം, IDFTയും കാണാം. അതായത് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം അതിന്റെ ഇൻവേഴ്സും കാണാം. ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ടാവും, ഇൻവേഴ്സ് ആണ് കാണണമെങ്കിൽ എക്സ് ഓഫ് കെ തന്നിട്ടുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾസ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അൽഗോരിതം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പറയാൻ പോകുന്നത് എക്സാമിന് മാർക്ക് കിട്ടാൻ എങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത് ഓർത്ത് വെക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ ഒരു ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേതിലേക്ക് നമുക്ക് പോവാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ മിനിമം 3 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. 3 to 5 ആണ് കിട്ടുക. ചില സ്കീമുകളിൽ 3 മാർക്സ് ആണ് ആ ഡയഗ്രാം വരയ്ക്കുന്നതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതിൽ 5 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡയഗ്രാം വരയ്ക്കാൻ അറിയുന്ന ഒരാൾക്കാണെങ്കിൽ കുറച്ചും കൂടി അത് ചെയ്യാനും പറ്റും. ഒരു ചെറിയൊരു വാല്യൂസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് എങ്ങനെ വരയ്ക്കാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്നത് 8 പോയിന്റ് ആണ് ഈ 10 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാം നിങ്ങൾക്ക് കാണാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 9th ക്വസ്റ്റ്യൻ പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാം എന്തായാലും FFT എന്നുള്ളൊരു വാക്ക് അവിടെ കാണും. ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അത് മെത്തേഡ് മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, DAF അല്ലെങ്കിൽ DIT. ഇതെങ്ങനെ ചെയ്യാം, എങ്ങനെ അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് വരയ്ക്കാം എന്നുള്ള കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അവിടെ എഴുതി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ട്വിഡിൽ ഫാക്ടർ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടാണ് സംഭവം സിമ്പിൾ ആക്കുന്നത്. എല്ലാം എക്സാക്ട് കറക്റ്റ് സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. നമുക്ക് മിനിമം മാർക്സ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒരു 8 പോയിന്റ് DFTയിൽ നമുക്ക് ആവശ്യം വരുന്ന ട്വിഡിൽ ഫാക്ടറുകൾ 4 എണ്ണമാണ്. അതായത് W80, then W81, W82, then W83. ഇതിൻ്റെ വാല്യൂസ് നമുക്ക് അറിയണം. അപ്പം ഇത് കാണാണ്ട് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പം അത് എളുപ്പമാണ്. W80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതേപോലെ W81 എന്ന് പറഞ്ഞാൽ 1/√2 മൈനസ് J/√2. അത് ഓർത്ത് വെക്കുക. 1/√2 മൈനസ് J/√2. W82 എളുപ്പമാണ്, മൈനസ് J ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നേ വന്നിട്ടുള്ള എൻ്റെ ഫ്രണ്ടിലും കൂടി മൈനസ് വരും. അതായത് W81ൻ്റെ അപ്പോൾ എന്തായി മാറും, -1/√2 മൈനസ് J/√2. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാവർക്കും കാണാണ്ട് അറിയാൻ വേണം. അപ്പം ഇതറിയാണ്ട് നമുക്ക് എന്തായാലും അതിൽ വാല്യൂസ് കൊടുക്കാനോ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഈ 5 മാർക്ക് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കും കൂടിയും പോകാൻ പറ്റും. ഇതാദ്യം തന്നെ എല്ലാവരും എഴുതിക്കുക. ട്വിഡിൽ ഫാക്ടേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് W80, W81, W82, W83ൻ്റെ വാല്യൂസ് എഴുതിക്കുക. കാണാണ്ട് പഠിക്കുക, എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി 8 പോയിന്റ് DFT ആണ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ IDFT ആയാലും DAF ആയാലും DIT ആയാലും 8 പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം 8 പാരലൽ ലൈൻസ് നീളനെ വരച്ച് വെക്കുക എന്നുള്ളതാണ്. അത് ആൻസർ പേപ്പർ നോർമൽ വെർട്ടിക്കൽ പൊസിഷനിൽ മാറ്റിയിട്ട് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോഴാണ് നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ 8 പാരലൽ ലൈൻസ് വരയ്ക്കുകയാണ്. സോ ദ ഫസ്റ്റ് വൺ, ജസ്റ്റ് ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കണമെന്ന് മാത്രം. അപ്പം അത് ഒന്ന് വൃത്തിക്ക് എല്ലാവരും വരച്ച് വെക്കുക. നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് കാണുന്ന രീതിയിൽ ലെജിബിൾ ആയിരിക്കണം, അത് ശ്രദ്ധിക്കുക. അപ്പോൾ വൃത്തിക്ക് 8 ലൈൻസ് അവിടെ വരയ്ക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ 8 ലൈൻസ് വരച്ച് വെച്ചു. ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ആണ് പറയാൻ പോകുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെസിമേഷൻ ഇൻ ടൈം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഡെസിമേഷൻ ഇൻ ടൈമിൻ്റെ പേജിലേക്കും കൂടി ഞാനതൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ഡാറ്റ വേണം ഇതറിയണം കേട്ടോ. ഇതറിയാൻ പറ്റില്ല. അപ്പോൾ ഇതും അവിടേക്ക് വേണം. അപ്പോൾ അതും കൂടി ജസ്റ്റ് നമുക്കൊന്ന് കോപ്പി വയ്ക്കാം.
അപ്പോൾ ഡെസിമേഷൻ ഇൻ ടൈമാണ് നമ്മൾ പഠിക്കുമ്പോൾ നോർമലി ആദ്യം പഠിച്ചിട്ടുണ്ടാവുന്ന സാധനം. പക്ഷേ ഇവിടെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് ആദ്യം പഠിക്കാവുന്നത് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കറൻ്റ്ലി. ഇവിടെ പിന്നെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിയിൽ ഒരു ഫ്ലോ ഓർഡർ ആണ്, ഡെസിമേഷൻ ഇൻ ടൈമിൽ വേറൊരു ഫ്ലോ ഓർഡർ ആണ്. അതായത് ഗ്രൂപ്പിങ്ങുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൈ ടു ലോ ആണ് പോവുക. അതായത് മൊത്തം നമുക്ക് എട്ട് ലൈനുകളാണ്. കുറച്ചെങ്കിലും മുന്നത്തേത് അറിയണം നമുക്ക് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം, എന്നാലാണ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താവുള്ളൂ, ക്ലിക്ക് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഏതിൽ നിന്നാ 8 8 4 2 ഇതാണ് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിയുടെ ഫ്ലോ ഓർഡർ. 8ന്റെ ഗ്രൂപ്പ് 4ന്റെ 2ന്റെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് ഏത് ഡെസിമേഷൻ ഇൻ ടൈം വരിക. എന്തായിരിക്കും 2 4 8 എന്നുള്ള രീതിക്കാണ് പോവുക. ഓക്കെ, ഇപ്പോൾ 2 ലൈൻ 4 ലൈൻ 8 ലൈൻ, മറ്റിലാണെങ്കിൽ 8 4 2. ഇതൊന്ന് ഓർത്ത് വെക്കാൻ വേണം. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ആകുമ്പോൾ 8 4 2, ഡെസിമേഷൻ ഇൻ ടൈം ആകുമ്പോൾ ചെറുതെന്ന് വലുതിലേക്ക്, ഫ്രീക്വൻസി ആകുമ്പോൾ വലുതെന്ന് ചെറുതിലേക്ക് എന്നുള്ള രീതിയിൽ. ജസ്റ്റ് റിവേഴ്സ് ആണല്ലോ ടൈം ഫ്രീക്വൻസി നമ്മൾ റിലേഷൻ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിയാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിൽ നിന്ന് ഡെസിമേഷൻ ഇൻ ടൈം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 8 ലൈൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ചെയ്യേണ്ടത് ഗ്രൂപ്പിങ്ങുകളാണ്. ഗ്രൂപ്പിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എടുത്തിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുക എപ്പോഴും. ഇപ്പോൾ 8 എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എത്ര 4 ആണ്. ഇതിന്റെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഇതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആ രീതിക്ക് വേണം എടുക്കാൻ. നമ്മുടെ കയ്യിൽ മൊത്തം 8 ലൈൻ ഉണ്ട്. അപ്പോൾ അതിനെ 4 4 ആക്കും. എന്നിട്ട് കണക്ട് ചെയ്യാണ് ഇതിലത്തെ ഫസ്റ്റും അടുത്ത ഗ്രൂപ്പിലത്തെ ഫസ്റ്റും. അതായത് ഫസ്റ്റും ഫിഫ്ത്തും തമ്മിൽ സെക്കൻഡും സിക്സ്ത്തും തേർഡും സെവൻത്തും ഫോർത്തും എയ്ത്തും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ എന്ത് വരയ്ക്കുക, ഒരു ക്രോസ് ഫോം ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇത് എൻ്റെ ഫസ്റ്റ് ലൈൻ ഞാൻ അങ്ങോട്ട് വരയ്ക്കുന്നു, 5th ലൈനിലോട്ട് വരയ്ക്കുന്നു. ഓക്കെ, അതേപോലെ അവിടുന്ന് ഓപ്പോസിറ്റ് റിവേഴ്സ് ആയിട്ടും നമ്മൾ ചെയ്തു വയ്ക്കണം. ഓക്കെ, ഒന്നുകൂടി വൃത്തിക്ക് വരയ്ക്കാം ഞാനത്. ഫസ്റ്റ് ലൈൻ ടു 5th ലൈൻ. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കൂടി വരച്ചു വെച്ചു. 5th to 1st ഇത് എല്ലാത്തിലും ചെയ്തു വയ്ക്കുക. സെക്കൻഡ് ടു അപ്പോൾ എവിടെ ചെയ്യണം നമ്മൾ 6th ലൈൻ, അതിൻ്റെ ഓപ്പോസിറ്റും അപ്പം തന്നെ വരയ്ക്കുക. അപ്പോൾ അതൊരു ക്രോസ് ഫോം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേപോലെ 3rd to 7th ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ക്രോസും വരയ്ക്കണം, ചെയ്തു. ഇനി ലാസ്റ്റത്തെ 4th to 8th ലൈൻ, അതിൻ്റെ റിവേഴ്സും നമ്മൾ ചെയ്തു. ഇത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഉള്ളൂ. അപ്പോൾ മൊത്തം ഗ്രൂപ്പിലെ നമ്മളിത് ഈ ക്രോസ് ഫോം ചെയ്ത് വെച്ചു. ഇനി ഇതിലെല്ലാം ആരോ മാർക്കുകളാണ്, എല്ലാം ഫോർവേഡ് ആണ് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഫ്രണ്ടിലോട്ടാണ് ആരോസ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ ഡിഫറെൻറ്റ് കളർ കാണിക്കുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ പാരലൽ ലൈൻസിന് എല്ലാറ്റിലും വേണം, എല്ലാതരം ലൈൻസിലും നമുക്ക് ഈ ആരോസ് വേണം. ഇതെല്ലാം ഫോർവേഡ് ആണ്. ഓക്കെ, ഇതേപോലെ ഈ വരുന്ന ക്രോസ് ലൈൻസും ഓക്കെ, ഇതൊക്കെ നമ്മൾ മേലോട്ട് ഇട്ടിട്ടുള്ളതാണ്. മറ്റേത് ഇവിടുന്ന് താഴേക്ക് വരുന്നതാണ്. ഇതിൽ എവിടെയെങ്കിലുമൊക്കെ മാർക്ക് ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാവണം എന്നുള്ളത് മാത്രമേ ഒരു കാര്യമുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ക്രോസുകൾ വരയ്ക്കുക, അത് മാർക്ക് ചെയ്യാൻ. പിന്നെ ഇതിലൊരു വാല്യൂസ് മാർക്ക് ചെയ്യാനുണ്ട്. എന്തിൻ്റെ വാല്യൂസാ? ഈ ചില കേസുകൾ നമുക്ക് -1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ വരും. -1 ഈ ഹൊറിസോണ്ടലിലാണ് കേട്ടോ മൈനസും പ്ലസും 1 വരിക. അപ്പോൾ ഹൊറിസോണ്ടലിൽ ടോപ്പ് ഇതിലൊന്നും വരില്ല, ബോട്ടം ഹാഫിലേ വരില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, മൊത്തം ഇതിൻ്റെ പകുതിയിൽ ലോവർ ഹാഫിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മൊത്തം 8 ആണ്, 4 4 അടുത്തുള്ളൂ. അപ്പോൾ താഴത്തെ 4 നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക, -1 ആണ് വാല്യൂ എന്ന് കാണിക്കുക. -1 അടുത്ത സെറ്റ് വരുമ്പോൾ നമുക്ക് 4ന്റെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2ന്റെ, ആ ഒരു രീതിക്കാണ് വരിക. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് വരയ്ക്കൽ. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിംഗ് കഴിഞ്ഞു. ഇതേപോലെ അടുത്ത സ്റ്റേജിലത്തെ അടുത്ത ഗ്രൂപ്പിങ്ങിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അടുത്ത ഗ്രൂപ്പിംഗ് എടുക്കേണ്ടത് 4ന്റെ ആണ്. 4ന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഒരു 4 എണ്ണം നമ്മൾ എടുക്കുന്നു, അതിൻ്റെ കണക്ട് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റും ഇതാണ് നമ്മളെ 4 എണ്ണം, 1 2 3 4. ഫസ്റ്റും ഏതും നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ തേർഡും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടി വരിക, ക്രോസ് ഉണ്ടാക്കേണ്ടത്. സോ ഫസ്റ്റ് ആൻഡ് തേർഡ് ഞാൻ കണക്ട് ചെയ്തു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്പം തന്നെ ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ സെക്കൻഡ് ആൻഡ് ഫോർത്ത് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഓപ്പോസിറ്റും എന്ത് ചെയ്ത് വെക്കുക, അപ്പം തന്നെ കണക്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഇവിടെ ചെയ്യാനുള്ളൂ. ഇനി ജസ്റ്റ് എന്താ, നമ്മളെ ആരോസ് മാർക്ക് ചെയ്യുക, ഫോർവേഡ് ഡയറക്ഷൻ ആരോസ് എല്ലാം ആരോസ് മാർക്ക് ചെയ്തു, എല്ലാം അങ്ങോട്ടാണ്.
മാർക്ക് ചെയ്തു. ഇനി ഇതിലെന്താ താഴത്തെ മൊത്തം ഗ്രൂപ്പ് 4 നാലെണ്ണത്തിലെ താഴത്തെ 2 നമ്മൾ -1 മാർക്ക് ചെയ്യുക. മേലത്തേലും മാർക്ക് ചെയ്യില്ല. ഇപ്പൊ ഇവിടെയും ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, ഇവിടെ മാർക്ക് ചെയ്ത് അതിന്റെ അർത്ഥം 1 എന്നാണ്. 1 നമ്മളവിടെ ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളൂ. ഇത് തന്നെയാണ് താഴത്തേക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. താഴേക്കും അതേ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, എടുത്തു വയ്ക്കുന്നു. ഓക്കെ, ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പം ഇതാണ് അടുത്ത സ്റ്റേജ്. ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് 2ന്റെ ഗ്രൂപ്പാണ്. 2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് ജസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ഇങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, 2ന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് 2 തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്ത് വെക്കാൻ മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഇതും തമ്മിൽ ക്രോസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ക്രോസ് ചെയ്യുക. എന്ത് മാർക്ക് ചെയ്യുക, നമ്മളുടെ ആരോസ് മാർക്ക് ചെയ്യുക. ഫോർവേഡ് ഡയറക്ഷൻ ആരോസ് മാർക്ക് ചെയ്തു. എന്താ മാർക്ക് ചെയ്യേണ്ടത്, താഴത്തേൽ മാത്രം എന്ത് മാർക്ക് ചെയ്യുക, -1 പകുതിയല്ല, 2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടുള്ളൂ. ഇത് തന്നെ നമ്മൾ എന്തിൽ ചെയ്യുക, ബാക്കിയുള്ളതിൽ റിപ്പീറ്റ് ചെയ്യാം. വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുക എന്നുള്ളത്. ഇത്രയാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ബേസിക് സ്ട്രക്ചർ നമ്മളിവിടെ ഫോം ചെയ്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. ഇതിൽ നമ്മൾ എന്തും കൂടി ഈ ട്വിഡിൽ ഫാക്ടറുകളും കൂടി മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ ട്വിഡിൽ ഫാക്ടർ മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, അത് തെറ്റാണ്ടിരിക്കണം. അപ്പോൾ ഈ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ആണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ നമ്മൾ -1 ഇട്ടുകൊടുത്ത് മാത്രമാണ് ട്വിഡിൽ ഫാക്ടർ വരുള്ളൂ. അതൊന്നെങ്കിൽ മുന്നേ വരാം, ശേഷം വരാം, അത്രേ ഉള്ളൂ. മുന്നേ അതായത് ഈ ഒരു സ്ട്രക്ചറിന് ക്രോസിന് മുന്നേ വരാം, അല്ലെങ്കിൽ ക്രോസിന് ശേഷം വരാം, ക്രോസിന് മുന്നേ വരാം അല്ലെങ്കിൽ ശേഷം വരാം. അത് എവിടെയാണെന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കേണ്ടുള്ളൂ. ഇപ്പൊ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി നമ്മൾ പഠിക്കുന്നത്, ഫ്രീക്വൻസിയിൽ ശേഷമാണ് വരിക. ഈ നെഗറ്റീവ് വണ്ണുകൾക്ക് മാത്രം അത് ഇട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതായത് എല്ലാറ്റിനെയും ലോവർ ഹാഫിന് മാത്രമേ ഇടേണ്ട ആവശ്യം വരുള്ളൂ, പകുതിക്ക് മാത്രമേ ഇടേണ്ടി വരുള്ളൂ, താഴത്തെ പകുതിക്ക് മാത്രം. അപ്പൊ അത് ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ അത് ഇനി ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. ഇതിൽ താഴത്തെ തന്നെ ഉള്ളതിൽ ഈ നമ്മൾ 4 ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് 80, 81, 82, 83 ആ 4 ഇവിടെ ഓർഡറിൽ താഴേക്ക് ഇട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഏറോ മാർക്കുകൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. 4 എന്ത് എഴുതുക, W80, W81, W82, W83. ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു വാല്യൂ ഉണ്ടായിരിക്കും, സബ്ട്രാക്ട് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു മൈനസിലുണ്ട്, ആ വാല്യൂനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് എടുക്കാൻ എന്നാണ് അവിടെ മീൻ ചെയ്യുന്നുള്ളൂ. അതായത് ഈ ഒരു നോഡിൽ വരുന്ന വാല്യൂ എന്താണോ അത് പക്ഷേ ഇവിടുത്തെ വാല്യൂ മൈനസ് ഈ വാല്യൂ ഇൻറ്റു W80 ചെയ്യണം. ഇവിടെ അതേപോലെ ഇതിനെ ഇൻറ്റു ഇത് ചെയ്യണം, ഇതിനെ W8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് വേണം അപ്പുറത്തേക്ക് ഉപയോഗിക്കാൻ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് അവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ഫസ്റ്റ് ഈ സ്റ്റേജിലെ കഴിഞ്ഞു. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുകയും ചെയ്യാം, നമുക്ക് ഇവിടെ 2 മതി. ആ 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് നെക്സ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വരിക, W80 വരും, പിന്നെ W81 അല്ല 82, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ താഴത്തെ 2 ഇവിടെയും വരും, സെയിം തന്നെ റിപ്പീറ്റേഷൻ ആണ്, W80 ആൻഡ് W82. ഇനി ഇവിടെ വരുമ്പോൾ എളുപ്പമാണ്, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം W80 ആണ് വരാൻ പോകണം. അതിന്റെ വാല്യൂ എന്താണ്, 1 ആണ്. W80, W80. ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. ഇനി ഇതിൽ ജസ്റ്റ് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 to 5 മാർക്സ് അവിടെ ഉറപ്പാക്കാം. അപ്പൊ അത് ആണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 2 ടൈപ്പിലാണ് ഇത് വരാൻ പോകുന്നത്. അതായത് ഒന്നെങ്കിൽ നോർമൽ ഓർഡറിലും അല്ലെങ്കിൽ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലും ആണ് വരിക. ഇപ്പോൾ അസ്യൂം നമുക്കൊരു സീക്വൻസ് ഉണ്ട്, എക്സ് ഓഫ് എൻ്റെ DFT കാണാൻ പറഞ്ഞ് തന്നേക്കാന്ന് വിചാരിക്കുക. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 2 3 4 5 6 7 8. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് എങ്കിൽ ഇത് നമുക്ക് നോർമൽ ഓർഡറിൽ ഇങ്ങനെ എടുത്തിട്ട് നേരെ കുത്തനെ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എന്നാണ് പറയുന്നത്. ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എന്ന് നിങ്ങൾ ആലോചിക്കുന്നത്, ഞാനത് എളുപ്പത്തിൽ എങ്ങനെ ആലോചിക്കാമെന്ന് പറയാം. ഇപ്പൊ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിയിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നോർമൽ ഓർഡറിലാണ് വരിക. ഇൻപുട്ട് സൈഡ് നോർമൽ ഓർഡറിലാണ്, ഔട്ട്പുട്ടാണ് എന്തിലുണ്ടാവുക, ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബിറ്റ് റിവേഴ്സിൽ അവിടെ ചെയ്യാൻ നിൽക്കേണ്ട, അതെങ്ങനെ ഓർക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യം. അപ്പോൾ ഇത് എങ്ങനെ നമ്പർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിപ്പോൾ
ഒറിജിൻ തൊട്ടിട്ട് വാല്യൂസ് ആണ് x0 to x7 അത് അതേപോലെ തന്നെ അവിടെ അടുത്ത് എഴുതിയേക്കുന്നത്. ഇത് ഇവിടുത്തെ ഡാറ്റ എഴുതേണ്ടത് നമ്മൾ ഈ ഓർഡറിലാണ്. x0 x1 x2 x3 x4 x5 x6 x7 ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇത് കറക്റ്റ് ആയിട്ട് എഴുതുക. ഈ ഓർഡറിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലത്തിലാണെങ്കിൽ നമ്മൾ ആ വാല്യൂസ് അവിടെ എടുത്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇത് വരുമ്പോൾ എന്ത് വരും 1 2 3 4 5 6 7 8 ഇതിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അതാണ് ഒരു കാര്യം. ഞാൻ അതുപോലെ ഇപ്പുറത്ത് റിസൾട്ട് വരുന്നത് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലാണ്. അപ്പോൾ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ എത്ര ആലോചിച്ചാൽ മതി. ബിറ്റ് റിവേഴ്സിൽ മേലത്തെ 4 E1 ആണ് വരിക. മേലത്തെ 4 E1ഉം താഴത്തെ 4 ഓടും ആണ്, ഓഡ് സെറ്റുമാണ് വരിക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ. മേലത്തെ 4 E1, ഇത് E1, താഴത്തെ ഓഡ്. ഇപ്പോൾ E1 നമ്പേഴ്സ് ഇവിടുത്തെ നമുക്ക് ഏതൊക്കെയാണുള്ളത്? 0 2 4 6 അല്ലേ? 0 2 4 6 ആണ് E1 വരുന്നത്. ഓഡ് നമ്പേഴ്സ് നമുക്ക് ഉള്ളത് ഏതൊക്കെയാ? 1 3 5 7. അപ്പോൾ 0 2 4 6 ആണ് നോർമലി നമ്മൾ എഴുതുക എങ്കിൽ 0 2 4 6ൽ ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും കറക്റ്റാണ്. പക്ഷെ 2ഉം 3ഉം ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു. 0 4 2 6 എന്നായി മാറും. അതേപോലെ ഇവിടെ 1 3 5 7 ആണ് വരുന്നത്. 1ഉം 7ഉം കറക്റ്റ് അതേപോലെ വരും. 3ഉം 5ഉം അങ്ങോട്ടും മാറും. അപ്പോൾ 1 5 3 ഇതാണ് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് ബിറ്റ് റിവേഴ്സിലൊന്നും പഠിച്ചത് എന്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് എന്താ ആദ്യത്തെ ടോപ്പ് 4 E1 ആണ്, നടുവിലത്തെ 1 ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. 0 2 4 6 വരുന്നതിന് പകരം 0 4 2 6 ആയി. അടിയിലത്തെ 4 ഓടാണ്. 1 3 5 7 വരുന്നതിന് പകരം നടുവിലത്തെ ഇന്റർചേഞ്ച് ആയി 1 5 3 7. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു സ്ട്രക്ചറാണ് ഏതിൻ്റെ? നമ്മളുടെ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി FFTയുടെ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് 8 4 2 അവരെ ഗ്രൂപ്പ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. 8 ഇപ്പോൾ ഫസ്റ്റ് 5th തമ്മിൽ ക്രോസ് ചെയ്യുക, ഒരു എക്സ് വരയ്ക്കുക. സെക്കൻഡ് 6th എക്സ്, തേർഡ് 7th, 4th 8th. നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോൾ 4 മതി. 1ഉം 3ഉം 2ഉം 4ഉം വരച്ചു. അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പോയി. അതിലെ ലോവർ ഹാഫിന് എല്ലാറ്റിനും -1 ഹൊറിസോണ്ടൽ വരുന്നത്. ഇവിടെയും -1. ആ -1 10 മാത്രം ശേഷം ട്വിഡിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആവും. അത് 0 1 2 3 ആണ്. ഇവിടെ 0 2 ആണ്, 0 ആണ്. ഇതാണ് ബേസിക് സ്ട്രക്ചർ. ഇതിന്റെ എക്സാക്ട് മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിന്റെ ബേസിൽ നേരെ അപ്പുറത്തേക്ക് ഇതിനെ തിരിച്ചിടുക എന്ന് ആലോചിച്ച് നോക്കുക. ഇതിനപ്പുറത്തോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത് വരിക? നമ്മുടെ ഡെസിമേഷൻ ഇൻ ടൈം വരിക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ സാധനമാണ് നമ്മളുടെ ഇൻപുട്ട് സൈഡിലോട്ടായിട്ട് മാറുക. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇത് ശരിക്ക് എങ്ങനെയാണ് എടുക്കുന്നത്? ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ എക്സ് ഓഫ് എന്നും ഇത് നമ്മളുടെ എക്സ് ഓഫ് കെയും ആണ് അല്ലെ? DFT ആണ്. ഇതിനെ നേരെ തിരിക്കുമ്പോൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എക്സ് ഓഫിന് എക്സ് ഓഫ് കെ അങ്ങോട്ട് മാറും. പക്ഷെ ഈ ഒരു സ്ട്രക്ചർ നേരെ തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് അങ്ങോട്ട് തിരിയാന്ന് പറയുമ്പോൾ ഇൻപുട്ട് സൈഡായിട്ട് എന്ത് മാറും? ബിറ്റ് റിവേഴ്സിൽ വരും. ഇത് ഇങ്ങനെ തിരിഞ്ഞ് അപ്പുറത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിലോട്ടാവും നോർമലി വരിക. പിന്നെ അതേപോലെ ഇൻപുട്ടിൽ 2 4 8 എന്നുള്ള രീതിയിലേക്ക് തിരിയാണല്ലോ. ഇത് നേരെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് സൈഡിൽ വരാൻ വന്നത് 2ഉം നടുവിൽ പറഞ്ഞായിരിക്കും, ലാസ്റ്റിലാണ് 8ന്റെ ഗ്രൂപ്പ് വരിക. അതേപോലെ ഈ ട്വിഡിൽ ഫാക്ടറിൽ ശേഷം മൾട്ടിപ്ലൈ ചെയ്താർന്നൊക്കെ എന്താവും? ചിത്രം അപ്പുറത്തോട്ട് മാറുമ്പോൾ ഫ്രണ്ടിലോട്ട് വരും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. മുന്നിലാണ് ട്വിഡിൽ ഫാക്ടറികൾ വരിക, ശേഷം ആയിരിക്കില്ല എന്ന് മാത്രം. ബാക്കി എല്ലാ സ്ട്രക്ചറും സെയിം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ഒന്ന് വരയ്ക്കാമെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഫ്രണ്ടിലോട്ടായി നമ്മളുടെ 2ന്റെ ഗ്രൂപ്പ്. ഇവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? 2ന്റെ ക്രോസ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ചെയ്ത് വെക്കാമല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ വാല്യൂ കൊടുക്കുക. എത്രയാ? -1. ഇത് തന്നെ നമുക്ക് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് പേസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റത്തെ നമ്മളുടെ സെറ്റ് കഴിഞ്ഞു. ഇനി ഇതേപോലെ അടുത്ത സ്റ്റേജ് 4 ഗ്രൂപ്പാണ്. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക, തേർഡിലേക്ക് കണക്ട് ചെയ്യുന്നു, അതിൻ്റെ റിവേഴ്സും ചെയ്തു. അതേപോലെ സെക്കൻഡിൽ നിന്ന് 4th നമ്മൾ കണക്ട് ചെയ്യുന്നു, അതിൻ്റെ റിവേഴ്സും ചെയ്തു. ഇതിലും എന്ത് മാർക്ക് ചെയ്യുക? ആരോസ് എല്ലാം ഫോർവേഡ് ഡയറക്ഷനിൽ ആരോസ് മാർക്ക് ചെയ്യുക. ഓക്കെ, താഴത്തേന് 2 എന്ത് കൊടുക്കുക? -1 ഞാൻ ആരോ ഉണ്ട് മറന്നു, ഒരു ആരോ കൂടി ഉണ്ട്. ഇത് തന്നെ താഴേക്ക് ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കാണെങ്കിൽ വരയ്ക്കേണ്ടി വരും. ഓക്കെ,
ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പോർഷൻ്റെ സ്ട്രക്ചറും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എത്രയുടെ ഗ്രൂപ്പാണ്? 8ൻ്റെ ഗ്രൂപ്പ്. ഫസ്റ്റിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എത്രയിലേക്കാണ്? 5ത്തിലേക്ക് കണക്ട് ചെയ്യണം. അതിൻ്റെ റിവേഴ്സും കണക്ട് ചെയ്യുക. 2nd to 6th റിവേഴ്സ് കണക്ഷൻ, 3rd to 7 റിവേഴ്സ്, അല്ലെങ്കിൽ ആലോചിക്കുക ക്രോസ് ഉണ്ടാക്കുക. ലാസ്റ്റ് വൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ എന്താ മാർക്ക് ചെയ്യുക? ആരോസ് മാർക്ക് ചെയ്യുക, ഫോർവേഡ് ഡയറക്ഷൻ ആരോസ്. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഓർക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, എല്ലാ ആരോസും മാർക്ക് ചെയ്തു. താഴത്തെ 4 മാത്രം നമ്മൾ കൊടുക്കണം -1 -1 -1 -1. പിന്നെ ഇത് തിരിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാം ശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നേരെ അങ്ങോട്ട് തിരിഞ്ഞു വരികയാണല്ലോ ചെയ്തത്. അപ്പോൾ ഈ ഡബ്ല്യൂകളൊക്കെ ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ W80 അപ്പോൾ അതൊക്കെ എവിടെ വരും? ഇതിൻ്റെ ഫ്രണ്ടിലാണ് എന്ത് വരാൻ പോകുന്നത്? ഈ W80 എന്ന് പറയുന്ന സംഭവങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരിക? W80. അത് തന്നെ താഴത്തേൻ്റെയും W80, അല്ലെങ്കിൽ -1ൻ്റെ അവിടെ മാത്രമേ വരുള്ളൂ എന്ന് ആലോചിക്കുക. W80 ഇവിടെയും W80. അതേപോലെ അടുത്ത സ്റ്റേജിൽ വരുന്നത് 0ഉം 2ഉമാണ്. അതും ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ എവിടെ വരും? ഇവിടെ വരും. W80 W82. അതേപോലെ ഇവിടെയും W80 W82. അപ്പോൾ അടുത്തതിൻ്റെയും താഴത്തെ 4ത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വരും. എല്ലാം 4 ഇവിടെ വരും. ഏതൊക്കെയാ? W80 W81 W82 W83. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. പിന്നെ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇൻപുട്ട് സൈഡ് ഏത് ഓർഡറിൽ വരിക? ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലാണ്. അപ്പോൾ അത് ശരിക്കും എങ്ങനെയാ? 0 ഈവൺ ആണല്ലോ, മേലത്തെ 4 0 1 മാറിയിട്ട് പറഞ്ഞു 0 4 2 6 അല്ലേ? അടിയിൽ 1 5 ആയി മാറിയിട്ടുണ്ടെന്ന് അറിയാം നമുക്ക്. 1 5 3 7. സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാന്നുള്ളൂ. മേലത്തെ 4 ഈവൺ, നടുവിൽ ഷിഫ്റ്റ് തിരിഞ്ഞിരിക്കുന്നു, അടുത്ത ഈ ഓഡ് തിരിഞ്ഞിരിക്കുന്നു. ഔട്ട്പുട്ട് കറക്റ്റ് ഓർഡറിലാണ്, നോർമൽ ഓർഡറിലാണ്. X0 ക്യാപിറ്റലിൽ എഴുതുക, DFT ആണല്ലോ. X1 X2 X3 X4 X5 X6 ആൻഡ് X7. ഇത് വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 5 മാർക്കോളം കിട്ടി. ബാക്കി ഇനി ഇതിൽ ഇൻപുട്ടുകൾ തന്നിട്ടുള്ളതിനനുസരിച്ച് വാല്യൂസ് എടുത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മളെ ക്വസ്റ്റൻ ആയിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ കൊടുക്കേണ്ടി വരും? അത് ഡയറക്റ്റ് വെറുതെ എടുത്ത് കൊടുത്താൽ പോരാ. 1 2 3 4 5 6 7 8 എന്നല്ല കൊടുക്കണം. അപ്പോൾ X0 കറക്റ്റ് 1 കൊടുക്കാം. പിന്നെ 2 വരുന്നത് എവിടെ കൊടുക്കേണ്ടി വരും? ഇവിടെ കറക്റ്റ് ആ സ്ഥലം നോക്കി കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. 3 വരുന്നത് 1 കഴിഞ്ഞാൽ 2 വരുന്നത് എവിടെ കൊടുക്കേണ്ടി വരും? ഇവിടെ കൊടുക്കേണ്ടി വരും 3. അടുത്തത് ഇവിടെ 4 5 6 7 8. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. അതേപോലെ മറ്റേ കേസിലാണെങ്കിൽ ഔട്ട്പുട്ട് നമ്മൾ എടുത്ത് എഴുതുന്ന സമയത്തും ഈ ഓർഡറിൽ എഴുതണം. ആദ്യം ഈ എലമെന്റ് എഴുതണം, പിന്നെ ഇത് എഴുതണം, പിന്നെ ഇത് എഴുതണം. അങ്ങനെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് മെയിനായിട്ട് അവിടെ വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഇതിൻ്റെ ഉള്ളിലത്തെ കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാം, എങ്ങനെ ഓർത്ത് വയ്ക്കാം എന്നുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ വൃത്തിക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേതിലേക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇൻപുട്ട് നോർമൽ, ഔട്ട്പുട്ട് റിവേഴ്സ്ഡ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് 4 ഈവൺ, നടുവിലത്തെ 2 ഷിഫ്റ്റ്, ബോട്ടം 4 ഓഡ് 1 ഷിഫ്റ്റ്. അതുപോലെ ഗ്രൂപ്പിംഗ് 8 4 2 ആണ്. മറ്റോടത്ത് വരുമ്പോൾ 2 4 8 ആണ്. ഏത് ഗ്രൂപ്പായാലും അതിൻ്റെ ലോവർ ഹാഫിലാണ് നെഗറ്റീവ് വരുന്നത്. ശേഷമാണ് DAFലെല്ലാം ട്വിഡിൽ ഫാക്ടർ, മറ്റേലെല്ലാം മുന്നിലോട്ട് വരും. പിന്നെ 8 4 2 ആകുമ്പോൾ 2 4 8 മാറും. ഡബ്ല്യൂകളെല്ലാം ട്വിഡിൽ ഫാക്ടർ എല്ലാം മുന്നിലോട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇതിനെ മിറർ ഇമേജ് ആണ് വരയ്ക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഇത് നമ്മൾ ഓർത്ത് വെക്കണം. W80 W81 W82 W83. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ ആണ് വരുന്നത്. ഈ ഒരു കേസിൽ ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് മേലത്തെ 4 ടോപ്പ് 4കളെല്ലാം പ്ലസ് എന്നുള്ള രീതിയിൽ വരിക, അതായത് ഒരു നോർമൽ A+B എന്നുള്ളൊരു സെറ്റപ്പിലാണ് വരിക. താഴത്തെ 4 വരാൻ പോകുന്നത് A-B എന്നുള്ള സെറ്റപ്പ്. എയും ബിയും ഞാൻ ഇതിൻ്റെ 2 എൻഡുകൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ, എയും ബിയും ആണെങ്കിൽ ഇത് രണ്ടിനും സമ്മേഷനേ വരുള്ളൂ. കാരണം വേറെ നെഗറ്റീവ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ 1 പ്ലസ് എന്ത് വരും? 5 വരും. 6 ആണ് വരിക. ഇവിടെ വരുമ്പോൾ നോക്കുക, എന്താ ഇവിടുന്ന് ഡയറക്റ്റ് ആണ് വരുന്നത് 1, ഇത് മൈനസിൽ കൂടെ വരുന്നത് മൈനസ്. അപ്പോൾ അതാണ് A-B പറഞ്ഞത്. ഇപ്പോൾ 1 -5 ആണ് വരിക, -4 ആണ് കിട്ടുക.
അപ്പോൾ അതേപോലെ താഴത്തെ ലോവർ ഹാഫിലാണ് മൈനസുകൾ വരിക, അപ്പർ ഹാഫിലെല്ലാം പ്ലസ്സുകളായിരിക്കും. ഓക്കെ, ഈ ലോവർ ഹാഫ് കിട്ടിയതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക്. അതേപോലെ തന്നെ ഇവിടെ ഇത് എ പ്ലസ് ബി എ മൈനസ് ബി ആണ് വരിക. എ എന്ന് പറയുന്നത് മേലെ നിന്ന് വരാണ്, ബി എന്ന് പറയുന്നത് ഇതാണ്. അതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഇതാണ് ഇവിടെ ചിന്തകളും. മറ്റോടത്താണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ മേലത്തെ എ പ്ലസ് ബി ആണ്, താഴത്തെ ഈ രീതിക്കാണ് വരിക. ജസ്റ്റ് ഞാൻ അത് പറയാം. ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ ഇത് വേറെ കളർ എടുക്കാം, ഇത് എ പ്ലസ് ബി ആണ് വരിക. ഇവിടെ എ മൈനസ് ആണ് വരിക, പക്ഷെ ആ ഡബ്ല്യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വരിക. W80 ഇൻറ്റു ബി. ഇവിടെ 1 ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ തന്നെ താഴെ വരും. ഇപ്പോൾ ഇവിടെ വരുമ്പോഴും ഇതെന്താ വരിക, എ പ്ലസ് ബി എന്നുള്ള ഫോർമാറ്റിലാണ് വരിക. ഇത് എ മൈനസ് W80 ഇൻറ്റു ബി എന്നുള്ള വരിക. ഇവിടെ വരുമ്പോൾ എ മൈനസ് W82 ഇൻറ്റു ബി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേണം അത് ചെയ്ത് പോകാൻ, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ അത് ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതാണ് ഡെസിമേഷൻ ഇൻ ടൈമും ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിയും FFTകളെ എങ്ങനെ ഓർത്ത് വെക്കാം എളുപ്പത്തിൽ, എങ്ങനെ ബിറ്റ് റിവേഴ്സലൊന്നും ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റ് ഇതൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബാക്കി ഇനി ആ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് അവിടെ കിട്ടും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്.